C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ദീപ എവിടെ അച്ഛാ? മുകളിലിരുന്ന് കരയുക. തെറ്റുകൾ ചെയ്തിട്ട് ഭർത്താവിന്റെ അമ്മായി അച്ഛന്റെയും സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി കള്ളക്കണ്ണീർ ഒഴുക്കും അവള്. അങ്ങനെ ഒരു പെൺകുട്ടി അല്ല ദീപ. എല്ലാം ഉള്ളിലൊതുക്കിയാലും കരഞ്ഞ് കലഹം ഉണ്ടാക്കുന്ന സ്വഭാവം ദീപയ്ക്കില്ല. എന്താ ഉണ്ടായെന്നുള്ള കാര്യം മോൻ ഏകദേശം മനസ്സിലായോ? ഇവൻ അറിഞ്ഞ കാര്യങ്ങൾ പിന്നെ ഇവള് അറിഞ്ഞു. അങ്ങനെ അറിയിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവനായിട്ടുണ്ടാക്കി. എന്നിട്ട് ഇപ്പോ തെറ്റ് ചെയ്ത ഭർത്താവിനെ ന്യായീകരിച്ച് ദീപമോളെ തെറ്റുകാരിയായി ചിത്രീകരിക്കുക രണ്ടെണ്ണം കൂടെ. ഞാൻ അയാളൊന്ന് കണ്ടിട്ട് വരാം. നീ ചെയ്ത തോന്നിയാസത്തിന് നിന്റെ കഴുത്ത് കണ്ടിക്കാ വേണ്ടത്. അപ്പൊ അവള് കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മയ്ക്കോ? അവളെ പോലൊരു പെൺകുട്ടി ആണുങ്ങളെ വലയിലാക്കാൻ നോക്കും. അതുകൊണ്ട് പ്രേമ പറഞ്ഞതാ ശരി. ജേട്ടയില്ലാത്ത സമയത്ത് അവളുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചതുകൊണ്ട് പ്രേമയെ അവള് വശത്താക്കാൻ നോക്കി. അതിന് വഴങ്ങാതെ വന്നപ്പോ തല്ലി. അതാണ് സത്യം. അത് മാത്രമാണ് സത്യം. അതേ ഞാൻ വിശ്വസിക്കൂ. ദീപേ, എല്ലാവരും എല്ലാം അറിഞ്ഞു അല്ലേ? ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? പ്രേമനോട് താൻ മോശമായി പെരുമാറിയെന്നാ ഹേമയും പറഞ്ഞത്. പ്രേമനും അങ്ങനെ തന്നെയാ പറഞ്ഞത്. എന്നാ എനിക്കറിയാം എന്റെ ഭാര്യയെ. അതുകൊണ്ടാ ചോദിക്കുന്നത് എന്താ നടന്നതെന്ന്. അവസാനം ഇവളുടെ ദേഹത്തെ വരെ കൈവച്ചു. പിന്നെ എന്തിനാണ് അവനൊക്കെ ഭയന്ന് ജീവിക്കുന്നത്? പോയി പറയട്ടെ. അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അമ്മ അറിയാതിരുന്നാൽ അതിനേക്കാൾ പ്രശ്നമാണ്. എന്തായാലും തന്നെ എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല. അതിന് മോന്റെ അമ്മയല്ല, അവിടെ ചത്തുപോയ അപ്പൂപ്പൻ വന്ന് പറഞ്ഞാ പോലും പാവം കൊച്ചിനെ നീ വിട്ടുകളയരുത് ജയ. അങ്ങനെ വിടണമെങ്കിൽ ഞാൻ മരിക്കണം. നീ ഇപ്പൊ എന്നെ അങ്ങോട്ട് കണ്ടിട്ട് പോയതല്ലേ ഉള്ളു പ്രേമ. പിന്നെന്താ പെട്ടെന്നൊരു വരവ്? എന്താ വന്നതെന്ന് ചോദിച്ചു നോക്ക്. എന്താ ഹേമേ? എന്റെ അമ്മേ, ജേട്ടൻ വല്ലാത്തൊരു കെണിയില ചെന്ന് പെട്ടിരിക്കുന്നത്. എന്നുവെച്ചാ കല്യാണത്തിന് മുമ്പ് അവള് പേരുദോഷം കേൾപ്പിച്ച ഒരു പെൺകൊച്ചാണെന്ന് ജോത്സ്യം പറഞ്ഞത് 100% സത്യമാണ്. അമ്മ അവള് കണ്ണി കണ്ടവന്മാരുമായിട്ട് അഴിഞ്ഞാടിയിട്ടാ ജേട്ടന്റെ ജീവിതത്തിലോട്ട് വന്നത്. വെറുതെ നിങ്ങള് കഥകൾ ഉണ്ടാക്കുവാണോ? അല്ല അമ്മായി, ആ കള്ളി ദീപയും മറ്റാണുങ്ങളും തമ്മിലുള്ള ദൃശ്യങ്ങളൊക്കെ മൊബൈലിൽ ഒരുപാടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാ കല്യാണ സമയത്ത് പല നാടകങ്ങളും അവിടെ അരങ്ങേറിയത്. ജേട്ടന് ഇതൊക്കെ നേരത്തെ അറിയായിരുന്നു. എന്നിട്ട് അതൊക്കെ മൂടി വെച്ച് അവളെ രക്ഷിച്ചതാ. അമ്മാവൻ ഇതിനൊക്കെ കൂട്ടായിരുന്നു. ഞാനിത് അറിഞ്ഞിട്ട് കുറച്ചു ദിവസമായി. പക്ഷെ എല്ലാവരോടും പറയാൻ പേടിയായിരുന്നു. പക്ഷെ ഇന്ന് അമ്മാവനെ ഹേമയും കൂടെ അമ്പലത്തിൽ പോയപ്പോ അവൾ എന്റെ അടുത്തൊന്ന് വളഞ്ഞുകൂടി. എന്നോട് മോശമായിട്ട് പെരുമാറി. ഞാൻ ശക്തമായിട്ട് എതിർത്തപ്പോ എന്റെ കരണക്കുറ്റിക്ക് അടിച്ചിട്ട് അവള് പ്ലേറ്റ് മാറ്റി. ഞാൻ അവളോട് അപമര്യാദയെ പെരുമാറിയെന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. ജേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ? വേണ്ട അമ്മേ, ജേട്ടനെ വിളിച്ചു വരുത്തിയിട്ട് ബന്ധം ഒഴിയാൻ പറ. അമ്മേ, അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കൊന്നും പറയാനില്ല. മൂത്ത മരുമോള് ഇതുപോലെ തരം താഴ്ന്ന പരിപാടികൾ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും അമ്മായി അവളെ തലമണ്ട അടിച്ചു പൊട്ടിച്ചു. അങ്ങനെയുള്ള അമ്മായിക്ക് ഇതൊക്കെ ക്ഷമിക്കാൻ പറ്റുമോ? ഇവിടെ കിടന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അമ്മേ, അമ്മ പുറത്തിറങ്ങുന്നവരെ അവളെ കണ്ടോണ്ടിരിക്കാനോ ക്ഷമിക്കാനോ ഞാൻ. കൊരയ്ക്കുന്ന പട്ടി കടിച്ചു.
വൃത്തികെട്ടവൻ. എന്താ കാണണ്ടേ? എല്ലാം പറയണ്ടേ? പറയണടാ, പറയണം. ഇത്രയും നാൾ നിനക്കൊക്കെ ചെല്ലും ചെലവിനും തന്നത് ഞാനാണ്. അതിന്റെ നന്ദി ഈ രീതിയിൽ തന്നെ കാണിക്കണം. ഞങ്ങൾക്ക് ചെലവിന് തന്നത് ഇങ്ങനെ ഒരുത്തി വിളിച്ചോണ്ട് വരാൻ വേണ്ടിട്ടാണോ? ഇതെന്റെ ജീവിതം. അവിടെ ആർക്കൊപ്പം ജീവിക്കണം തീരുമാനിക്കുന്നത് ഞാനാ. എടി, കല്യാണം കഴിച്ചിട്ട് നിന്റെ കാര്യങ്ങൾ നോക്കാൻ പോലും കാലണ കയ്യിലില്ലാത്ത ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് നിനക്ക് വേണ്ടത് വേണ്ട സമയത്ത് ചെയ്തു തന്ന നിന്റെ ആങ്ങളുടെ ജീവിതം നീ നശിപ്പിക്കുക എന്ന് പറയാൻ പറ്റുമോ? ഇവളെ പോലൊരു പെരുങ്കള്ളിയെ അങ്ങനെയുള്ള എന്റെ ഏട്ടൻ കല്യാണം കഴിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സഹിക്കാം, പിന്നെ നിനക്കെന്താണ് കുഴപ്പം? ഇതുപോലെ ഒരുത്തി ഈ വീടിന് പറ്റിയ മരുമോളല്ല. അത് തന്നെ കാരണം. നീ ഈ വീടിന് പറ്റിയ മരുമോനാണോടാ? ദീപമോക്കൊരു ദുരന്തം ഉണ്ടായി. അതറിഞ്ഞതിന് ശേഷം നീ ഇവള് പോലും അറിയാതെ ദീപമോടെ പിന്നാലെ നടക്കല്ലായിരുന്നോടാ. അങ്ങനെയുള്ള നിന്നെ ആണെന്ന് വിളിക്കാൻ പറ്റൂടാ. ആരാരുടെ പിന്നാലെ നടന്നു എന്നൊക്കെ ആർക്കായാലും ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രേമേട്ടന് ഏതായാലും ആ സ്വഭാവമില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ ദീപയുടെ കൈ പിടിച്ചത്. ഇനി ഈ വീട്ടിൽ നിന്ന് അമ്മയുടെ ഒത്താശയോടെ ചിലപ്പോ ഇയാളെ ഇറക്കി വിടാൻ പറ്റിയേക്കും. എന്നാ എന്റെ മനസ്സിൽ നിന്ന് എന്റെ ഭാര്യ ഇറക്കി വിടാൻ ആർക്കും കഴിയില്ല. ഹളിയന് തളിയന്റെ അമ്മ വരുമ്പോഴും പറയണം. എവിടെയും പറയും. മിക്കവാറും ഏട്ടനെ എവളും കൂടി അമ്മ ഒരു കൊലയാളിയാക്കും. ഇനി കാലണ ഇവക്ക് വേനും കൊടുത്തേക്കരുത് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ കൊടുക്കുന്നത്? ഇഷ്ടം പോലെ സ്ത്രീധനം കൊടുത്താ കെട്ടിച്ചു വിട്ടത്. ഇപ്പൊ കുട്ടികളുമായി. അവരെ ബോർഡിങ്ങിലാക്കിയിട്ട് രണ്ടെണ്ണം കൂടെ ഇവിടെ വന്ന് നിൽക്കോ, നാണവും മാനവും ഇല്ലാതെ. മറ്റുള്ളവരുടെ മനസമാധാനങ്ങളെ സൂക്ഷിച്ച് സംസാരിക്കണം. എന്തിനാ സൂക്ഷിച്ച് സംസാരിക്കുന്നത്? ഇവൻ പിന്നെ ഭർത്താവെന്ന് പറഞ്ഞ് നടക്കുന്ന എന്തിനാ? കാഴ്ച കാണാനോ? അതോ നിനക്ക് കണ്ണ് കിട്ടാതിരിക്കും? ഒന്ന് നിർത്തില്ല. അയ്യോ, നിർത്താൻ പറയണ്ട. നിന്റെ ഔദാര്യം കൊണ്ട് നിർത്തണ്ട. പറയട്ടെ, പറയാനുള്ളതൊക്കെ പറയട്ടെ. പക്ഷേ അമ്മ വരുമ്പോഴും ഇതുപോലെ മുന്നിൽ നിന്ന് നീ സംസാരിക്കണം. കൊടുക്കാത്ത സഹായങ്ങളാണ് അണ്ണൻ ചേച്ചിക്ക് ചെയ്തു കൊടുത്തത്. അതൊരിക്കലും ചേച്ചിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോടാ, ഈ പെൺകുട്ടികളോടുള്ള അടുപ്പം അപകടം തന്നെ. ഒരുപാടങ്ങ് അടുത്തിട്ട് അകന്നു കഴിഞ്ഞാ ഉള്ളിലൊരു നീറ്റലുണ്ടാവും. ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു നീറ്റൽ എനിക്ക് തന്നത് ദിയയാ. കല്യാണം കഴിക്കാനും ഒന്നിച്ച് ജീവിക്കാനും പറ്റില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു സുഖമുണ്ട് ഈ അടുപ്പത്തിന്. അതുകൊണ്ട് തന്നെ അകന്നിരിക്കുമ്പോ അതിന്റെ 100 ഇരട്ടി വേദനയുണ്ട്. കോടതിയില് സ്വന്തം ഭർത്താവിനെ പോലും മുട്ടുകുത്തിക്കുന്ന ഭാഗ്യലക്ഷ്മിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിയുന്ന ദിവസങ്ങളായിനി. കാർത്തിയെന്നെ സഹായിച്ചില്ലെങ്കിലും ഞാൻ ചെയ്യേണ്ടത് ചെയ്തിരിക്കും. ഭാഗ്യലക്ഷ്മിക്കും കുടുംബത്തിനും നീ നിന്റെ അച്ഛനും അല്ല എതിരാളികൾ, ഞാൻ തന്നെ. ഒരു ബുള്ളറ്റ് ജഗനും എന്നെ അതിൽ നിന്ന് തടയില്ല. ഒരാളുടെ കായിക ബലമല്ല മറ്റുള്ളവരെ നശിപ്പിക്കുന്നത്. ധൈര്യവും ഏറ്റെടുത്ത ജോലി ചെയ്യാനുള്ള മനസ്സുവാ അതെനിക്കുണ്ട്. എന്റെ ജീവൻ പോയാലും ഞാൻ ആ കുടുംബത്തിന്റെ ജീവൻ എടുത്തിരിക്കും. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നെ? അല്ല ഹേമേ, ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ ആ രഹസ്യം എനിക്ക് പൊട്ടിക്കേണ്ടി വന്നത്. ഇളയ മരുമോളുടെ കഴിഞ്ഞകാല രഹസ്യം. അതുകൊണ്ടിപ്പോ എന്താ? അല്ല, അതാരോടും പറഞ്ഞില്ലായിരുന്നെങ്കിൽ വേണ്ടാത്ത ബന്ധം തുടരായിരുന്നു അല്ലേ? സത്യാവസ്ഥയൊക്കെ അറിഞ്ഞിട്ടും ഇങ്ങനൊന്ന് സംസാരിക്കില്ലേ ഹേമേ? ഞാൻ പറഞ്ഞു വരുന്നത് വേറൊരു കാര്യമാണ്. ആ രഹസ്യം ഞാൻ അറിഞ്ഞു മനസ്സിലാക്കിയതോടെ അളിയൻ കൈ അയച്ച് സഹായിക്കുമായിരുന്നു. മുന്നിൽ ചെന്ന് ഒന്ന് ഭീഷണിയോടെ സംസാരിച്ച ഉള്ളത് കയ്യിൽ വെച്ചു തരുമായിരുന്നു. അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പോയിരുന്നെങ്കിൽ മേലനങ്ങാതെ കുറച്ച് പൈസ കിട്ടിയേനെ. അതുപോലെ തന്നെ അളിയന്റെ ഷോറൂമില് ആ വകയിൽ ഒരു ജോലി സംഘടിപ്പിക്കാമെന്ന് കരുതിയതാ. വെറുതെ ഒരു സൂപ്പർവൈസറുടെ ജോലി. എന്നും രാവിലെ പോയി ഓളിനോളായിട്ട് അങ്ങ് നിൽക്കുക. മാസാമാസം നല്ലൊരു തുകയും കൈപ്പറ്റുക. ആ ഗോൾഡൻ ചാൻസാ ഇപ്പൊ മിസ്സായിരിക്കുന്നു. അളിയന്റെ മുന്നിലോട്ട് ഇപ്പൊ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയെ. ഇനിയിപ്പൊ കാലണ ചോദിക്കാനും പറ്റൂല. ഏട്ടന്റെ തണലിലല്ലോ ജീവിക്കേണ്ടത്. നിങ്ങളൊരാണല്ലേ, പിന്നെ നിങ്ങൾക്കെന്താ അധ്വാനിച്ച് നിങ്ങളുടെ കുടുംബം നോക്കിയാല്? ഇനി എന്താ പരിപാടി? അതിനിപ്പോ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഇളയ മോളെയും കൊണ്ട് പോവാനാ തീരുമാനം എന്നറിയാം. ഇനി കൂടെ മൂത്ത മോളും കാണൂ.
അങ്ങനൊരു സാഹചര്യം വന്നാൽ ദീപമോളെയും കൂടെ കൂട്ടും. എന്റെ മക്കളെ എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ നോക്കും. കൊള്ളാം. നീ ഇപ്പോഴും സസ്പെൻഷനില്ല. പിന്നെ എങ്ങനെ ജീവിക്കൂടി? വീട് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ബാധ്യത തീർത്തു കഴിഞ്ഞാൽ കുറച്ച് ബാങ്ക് ബാലൻസ് ഉണ്ടാവും. ഇതേ നമ്മുടെ രണ്ടുപേരുടെയും പേരിലുള്ള വീടാ. അപ്പൊ ബാങ്ക് ബാലൻസ് വന്നു കഴിഞ്ഞാ നേർ പകുതി എനിക്ക് തരണം. തരാം. തരില്ലാന്ന് ഞാൻ പറഞ്ഞോ? നേർപകുതി തന്നാലും നേരില്ലാത്ത ഭർത്താവ് ഒഴിഞ്ഞു പോണം അല്ലേ? ബന്ധം പിരിയണോന്ന് നിങ്ങൾ തന്നെ പറഞ്ഞതല്ലേ? ഇതൊരർത്ഥത്തിൽ വേർപാടല്ലേ? നിനക്ക് വലിയൊരു ഭാഗ്യമുണ്ട് ഭാഗ്യലക്ഷ്മി. ജീവിതകാലം മുഴുവൻ നിന്റെ 2 പെമ്മക്കളും നിന്റെ അരികിൽ തന്നെ കാണും. മനസ്സിലായില്ലേ? അവരെ കെട്ടിച്ചു വിട്ടാലും അവർ പോയതിനേക്കാളും സ്പീഡിൽ തിരിച്ചു വരും. അതുകൊണ്ട് നിന്റെ വാർദ്ധക്യത്തില് പെമ്മക്കളുടെ പരിചരണം ഇടത്തും വലത്തും കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. പെൺമക്കളുടെ മാത്രമല്ല, എന്റെ മോന്റെ പരിചരണവും എനിക്ക് കിട്ടും. അവനൊരു ഡോക്ടറാ. അമ്മയ്ക്കൊരാപത്ത് വന്നാൽ അവൻ അരികിൽ തന്നെ കാണും. അതെല്ലാം അവൻ കെട്ടുന്ന പെണ്ണിനെ ആശ്രയിച്ചിരിക്കും. നിന്റെ സ്വഭാവത്തിന് നിന്റെ ഒപ്പം മരുമക്കളൊന്നും നിൽക്കാൻ പോകുന്നില്ല. നാളെ നടക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ഇന്നേ പറയേണ്ട കാര്യം എന്താ? വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അഹങ്കാരം അസ്ഥിക്ക് പിടിച്ചു കഴിഞ്ഞാലേ സ്ത്രീകൾക്ക് മുന്നോട്ടുള്ള ജീവിതം വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ പ്രേമനെന്ന് പറയുന്നവൻ തന്നോട് കാണിച്ചെന്താ? അപ്പൊ താൻ അവനെയല്ല വെറുപ്പോടെ നോക്കേണ്ടത്. അമ്മ ഉള്ളപ്പോ പ്രതികരിക്കാനൊക്കില്ല. എന്നാ അമ്മ ഇല്ലാത്തപ്പോ പറയേണ്ടത് പറഞ്ഞൂടെ? എനിക്ക് വഴക്കിനൊന്നും വയ്യല്ലേട്ടാ. അതുകൊണ്ട് ഞാൻ പൊയ്ക്കൊള്ളാന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല ദീപേ. എനിക്കറിയാം എന്റെ കാര്യത്തിൽ എന്നെക്കാൾ ലാലേട്ടൻ വിഷമിക്കുന്നുണ്ടെന്ന്. അമ്മ വന്നു കഴിഞ്ഞാ ഞങ്ങൾക്കിടയിൽ കിടന്ന ലാലേട്ടൻ നട്ടം തിരിയേണ്ടി വരും. അവസാനം അമ്മയെ ധിക്കരിക്കാൻ കഴിയാത്തോണ്ട് എന്നെ കൊണ്ട് വിടേണ്ടിയും വരും. അങ്ങനൊരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായപ്പോഴാണ് മൂത്ത മകൻ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത്. ഇനി എന്നെ അതുപോലെ നഷ്ടപ്പെടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അമ്മയ്ക്കൊപ്പം ജീവിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. ഞാൻ കാരണം ഒരിക്കലും ലാലേട്ടൻ അമ്മ വിട്ടു പോകരുത്. കുറച്ചു ദിവസേ അമ്മ ഇവിടെ ഉണ്ടായിരുന്നുള്ളെങ്കിലും ലാലേട്ടനോട് അമ്മയ്ക്കുള്ള സ്നേഹം എന്താന്ന് ഞാൻ തിരിച്ചറിഞ്ഞതാ. അമ്മമാര് മക്കളെ സ്നേഹിക്കുന്നത് അവരുടെ കുടുംബം ഇല്ലാതാക്കാനല്ലോ. പ്രസവിച്ച് വളർത്തിയെന്ന് കരുതി മക്കളമ്മയുടെ അടിമയൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് മക്കളെ കൊണ്ടും മരുമക്കളെ കൊണ്ടുവാ അച്ഛനമ്മമാര് കഷ്ടപ്പെടുന്നത്. ഇവിടുന്ന് പോയ എന്റെ ഏട്ടൻ പോലും അമ്മയുടെ മുമ്പിൽ തല താഴ്ത്തിയേ നിൽക്കത്തുള്ളൂ. കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് അമ്മ ഇപ്പൊ എന്നെ മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞു കാണും. അത് 100% ഉറപ്പാ. എന്തായാലും എനിക്ക് ഏട്ടനെ ഒന്ന് കാണണം. ഇത്തരം കാര്യങ്ങൾ മനസ്സോർന്ന് സംസാരിക്കാൻ അച്ഛനേക്കാൾ നല്ലത് ഏട്ടനാ. ഞാൻ പോയിട്ട് ഉടനെ വരാം. പേടിക്കണ്ട മോളെ. ഞാൻ എല്ലാം അറിഞ്ഞിട്ട് എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ് താൻ. അങ്ങനെയുള്ള തന്നെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അത് മറന്ന് ഞാൻ നമ്മുടെ അമ്മയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരു കുടുംബം നിലനിൽക്കാൻ നമുക്ക് ചിലപ്പോ ഒരു പിശാചിയേറിയ മനുഷ്യനെ പോലെ ചിന്തിക്കേണ്ടി വരും. എന്തായാലും അമ്മ ജയിലിൽ നിന്ന് വരുന്ന തടയണ്ട. ദീപയെ അമ്മയ്ക്ക് അവിടെ താമസിപ്പിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടോളാം. അല്ലെങ്കിൽ ഏതെങ്കിലും വാടക വീടെടുത്ത് താമസിപ്പിച്ചോളാം. അമ്മ അറിയാതെ. തെറ്റീത മരുമോള് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ദീപ ആകെ പേടിച്ചിരിക്കായിരിക്കും. ആ കുട്ടിക്ക് ധൈര്യം കൊടുക്കണം ചെയ്യാ. എത്ര ധൈര്യം കൊടുത്താലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആഹാരം കഴിക്കാനോ ശരിക്കൊന്ന് ഉറങ്ങാനോ പറ്റാത്ത അവസ്ഥയിലാണ് ദീപ ഇപ്പോ. ഒരു പരിധിവരെ ഞാനും അങ്ങനെ തന്നെ. ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ദീപയുടെ കഴുത്തിന് പിടിച്ച ചേട്ടനും അനിയനും കൂടെ അമ്മയുടെ കൈയും കാലും കെട്ടി ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോണം. കിടത്തി ചികിത്സിക്കണമെങ്കിൽ അതും ചെയ്യണം. ഭർത്താവിന് ഭാര്യ വിശ്വാസം വേണ്ടത്, അല്ലാതെ അമ്മായിയമ്മയ്ക്കല്ല. ഇന്നലെ രാത്രി അമ്മ ഉറങ്ങിയിട്ടില്ല. എനിക്കറിയാം ഈ വീട് വിട്ടു പോകാൻ വിഷമമുണ്ടെന്ന്. ഈ വീട് അമ്മയുടെ സ്വപ്നമായിരുന്നു. അതിനുവേണ്ടിയാ ഒരുപാടൊക്കെ ലോൺ എടുത്തത്. വീട് വച്ചു കഴിഞ്ഞപ്പോ ഇവിടുന്ന് ഒരിക്കലും പോവേണ്ടി വരുമെന്ന്
ചിന്തിച്ചതേയില്ല. മേഡം എന്നാ ഞങ്ങൾ പോകട്ടെ. ആ പോറായില്ലേ? എന്താ അമ്മയും മോളെ കൊണ്ടൊരു ഡിസ്കഷൻ? വീടിനോട് യാത്ര പറയാണ്. ഈ വീടിനറിയാം ഇതിനകത്ത് ഒരു വീട്ടമ്മയുണ്ടായിരുന്നു എന്ന്. ആ വീട്ടമ്മ ഒരു ദിവസം പോലും സന്തോഷത്തോട് ഉറങ്ങിയിട്ടില്ലെന്ന്. അതിനെന്താ, ഇനി ഉറങ്ങാലോ. ബന്ധം വേർപിരിയണമെന്ന് വലിയ ആഗ്രഹമായിരുന്നല്ലോ എന്റെ ഭാര്യയ്ക്ക്, അല്ലേ? അതിനേക്കാളും ആഗ്രഹമായിരുന്നു ദേ ഈ നിൽക്കുന്ന എന്റെ ഇളയ സന്താനത്തിന്. അമ്മയ്ക്കച്ഛനെ പിരിഞ്ഞൂടായിരുന്നു എന്ന് ഈ ഇളയ സന്താനം പറയുന്നത് ഞാൻ പലതവണ കേട്ടിട്ടുള്ളതാ. ഇനിയിപ്പോ കുഴപ്പമില്ല മോളെ. കുടുംബ കോടതിയും കേസും വഴക്കൊന്നും ഇല്ലെങ്കിലും ഇതൊരു വേർപിരിയല് തന്നെ. അച്ഛന്റെ വഴി, അമ്മയ്ക്കും മോക്കും നിങ്ങളുടെ വഴി. നീ എന്റെ ഇളയ മോളായി പോയതുകൊണ്ട് ആഴ്ചയ്ക്കും സംക്രാന്തിക്കൊക്കെ ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ വരണമെന്നില്ല. വഴിപോക്കനായ ഒരു അച്ഛനെ ഒരു മകളും കാണണമെന്ന് ആഗ്രഹിക്കില്ല. വഴിപോക്കനായ അച്ഛൻ, വഴിതെറ്റിയ ജീവിതം, അതൊക്കെ ആയിരുന്നടി ഇന്നലെ വരെ എന്റെ സമ്പാദ്യം. എന്നാ ഇനി എനിക്കൊന്ന് ജീവിക്കണം, നല്ല അന്തസ്സായിട്ട്. ഞാൻ ആരെയും വിട്ടുകളയാറില്ല, സ്നേഹിക്കാറേ ഉള്ളൂ. എന്നാൽ എന്റെ സ്നേഹം വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിന്നെ ഒന്നും പെങ്ങന്മാരായി കണ്ടിട്ട് ഒരു കാര്യമില്ല. ആങ്ങളമാരെ വേദനിക്കുമ്പോ അവരുടെ കണ്ണൊന്ന് നിറയുമ്പോ അവരുടെ മനസ്സറിഞ്ഞ് പെരുമാറണം. അല്ലാതെ അവരുടെ പണത്തെ മാത്രം സ്നേഹിച്ചാ പോരാ, അവരുടെ സങ്കടങ്ങളും കണ്ടറിഞ്ഞ് പെരുമാറാൻ ശ്രമിക്കണം. പറഞ്ഞതൊക്കെ കേട്ടില്ലേ മോളെ? എന്ത് പറഞ്ഞാലും ശരി, അവളിവിടെ വച്ചു പൊറപ്പിക്കുന്ന പ്രശ്നമില്ല. അടിയും കൊടുത്ത് ആട്ടി ഇറക്കും. അമ്മ ഇങ്ങോട്ട് വന്നോട്ടെ. ഇനി അമ്മയെ പുറത്തിറക്കാൻ ജയേട്ടൻ ശ്രമിക്കുവോ? രണ്ട് നാത്തുമാരും കൂടെ ശരിക്ക് പൊരിച്ചു അല്ലേ? അതൊന്നും സാരമില്ല. എന്നെ അലട്ടുന്നത് അതൊന്നും അല്ല ലാലേട്ടാ. അമ്മയും ദിയയും വാടക വീട്ടിലേക്ക് മാറി. അയ്യോ, ഞാൻ ഷോറൂമിൽ നിന്നല്ലേ ഇങ്ങോട്ട് വരുന്നത്. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവായിരുന്നല്ലോ. പോയിട്ട് കാര്യമില്ലല്ലോ. ബാങ്ക് ജപ്തി ചെയ്യുന്നതിന് മുൻപ് വീട് വിറ്റ് ബാധ്യത തീർത്തിട്ട് പോയതാ. നമുക്ക് എങ്ങനെയെങ്കിലും ബാധ്യത തീർത്തു കൊടുക്കായിരുന്നല്ലോ ദീപേ. ലാലേട്ടൻ ഇപ്പൊ തന്നെ നമ്മുടെ കല്യാണത്തിന് ഒരുപാട് സഹായിച്ചു കഴിഞ്ഞു. 101 പവനുണ്ടായത് ലാലേട്ടന്റെ സഹായമാണ്. അതിന്റെ കൂടെ അമ്മ ഒരിക്കലും ലാലേട്ടനെ ബുദ്ധിമുട്ടിക്കില്ല. അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടാണോ? കല്യാണം കഴിഞ്ഞോടെ തന്റെ അമ്മ എന്റെയും കൂടി അമ്മയല്ലേ? അമ്മയുടെയും ദിയയുടെയും കൂടെ അച്ഛൻ പോയിട്ടില്ല. അതിന് അന്ന് ആ കേസ് വാദിച്ചത് ഞാനായതുകൊണ്ട് A to Z കാര്യങ്ങൾ എനിക്കറിയാം. സ്വന്തം മോൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുതെന്ന് എത്ര ക്രൂരനായ അച്ഛനാണെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു പോകും. എനിക്കും അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടെന്ന് കൂട്ടിക്കോ. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ബുള്ളറ്റ് ജഗൻ എന്ന എന്തിനും പോകുന്ന ഗുണ്ട വെട്ടേറ്റ് പെടഞ്ഞ് തീർന്ന അവിടെ തീരും നിന്റെ ഈ അഹങ്കാരം. എന്റെ മോളാണെന്നുള്ള പരിഗണന പോലും കാർത്തിയും അവന്റെ അച്ഛനും നിനക്ക് തരില്ല. അങ്ങനെയെങ്കിൽ അവനെയൊക്കെ കൊത്തിയെറിയാൻ ഒരമ്മ ഇവിടെയുണ്ട്. ആഹാ, നീ ഇപ്പൊ ഇറച്ചോട്ടം തുടങ്ങിയോ?
ഒരു കമ്മ. ഡേടി, നീ വിചാരിച്ച ഒരു ചുക്കം ചെയ്യാൻ പറ്റില്ല അവരെ. ജീവിതത്തിൽ ആദ്യമായിട്ട് സദാനത്തിനും മോനും തല താഴ്ത്തിയത് നിന്റെ മുന്നിലും. അതെന്തുകൊണ്ടാ? ആ ബുള്ളറ്റ് ജഗനുള്ളതുകൊണ്ട്. പക്ഷേ അവന്റെ സഹായം എന്നും പ്രതീക്ഷിക്കണ്ട. അവൻ കൊല ചെയ്യപ്പെട്ടെന്നൊരു വാർത്ത വന്ന ഈ വീട് മാത്രമല്ല, നാടും വിട്ടു പോകേണ്ടി വരും അമ്മയ്ക്കും മോൾക്കും. അങ്ങനെ അവനെയൊന്നും ഭയന്ന് ഞാനും എന്റെ മോളും എവിടെയും പോകുന്നില്ല. ഭയന്നോടി കഴിഞ്ഞാൽ പിന്നെ അതിനെ സമയമുണ്ടാവും. ഞങ്ങൾ ജീവിക്കും അന്തസ്സായിട്ട്. ഇനിയിപ്പോ ഞങ്ങൾക്കെതിരെ സദാനന്ദനെയും മോനെയും അണിനിരത്തുന്നത് അച്ഛൻ തന്നെ ആയിരിക്കും. ദേ, ജയലാൽ ദീപയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് സംസാരിച്ച് മുഷിയാൻ നിൽക്കണ്ട. ആഹാ, വരുന്നുണ്ട്. അല്ല, ഈ മരുമോൻ മോളുമായിട്ട് വന്നിട്ട് മോളെ ഇവിടെ സ്ഥിരം നിർത്തിയിട്ട് പോവോ? അതിന് അച്ഛനെ പോലെ ഒരാളല്ല ചേച്ചിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. എടീ, അവളുടെ സ്വഭാവം നല്ലതായിട്ടും അവൾ ഇന്നോ നാളെയൊന്നും പറഞ്ഞു നിൽക്കുക. നീയായിരിക്കും എന്റെ പൊന്നു മോളെ ശരിക്കും പഠിക്കാൻ പോകുന്നേ. ഗുണ്ടയുടെ കാമുകി എന്ന് പേരുള്ള നീ. അവന്റെ മരണം വരെ നിന്റെ ഈ തിളപ്പും നഗളനവും കാണത്തുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം. ഓട്ടടേ. നിനക്കൊക്കെ ഇത് എന്തിന്റെ കേടാ? എന്റെ ഭാര്യക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ സഹിച്ചാ പോരെ. അതിന്റെ പേരിൽ നീയൊക്കെ എന്തിനാണ് അവളുടെ ബെക്കിട്ട് കയറുന്നത്? അവളെ കാണുന്നതന്നെ ഞങ്ങൾക്ക് കലിയാ. അവളെ വെട്ടിക്കൊണ്ടുവിട് എന്ന് പറയാൻ നിനക്ക് എന്താണ് ഈ അവകാശമുള്ളത്? എന്റെ ചെലവിലാ നീ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ എന്നോട് ഇറങ്ങി പോകാൻ പറ. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണല്ലോ ഏട്ടൻ നിൽക്കുന്നത്. മൂത്ത ചേട്ടനെ പോലെ ഭാര്യയ്ക്കൊപ്പം വീട് വിട്ട് പോവാ, എന്നിട്ട് സുഖമായിട്ട് ജീവിക്കാം. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ രണ്ടും കണ്ട തീരുമാനം എനിക്ക് എടുക്കേണ്ടി വരും. കേട്ടല്ലോ പറഞ്ഞത്, അവൾക്കൊപ്പം വീട് വിട്ട് പോവാൻ പോവാണെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? ദീപ അടുക്കളയെ കയറണ്ടാന്ന് ചാരുമോള് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആഹാരമോ മറ്റോ കഴിക്കണമെങ്കിൽ ഞങ്ങള് കഴിച്ചിട്ട് പോയതിനു ശേഷം വന്നിരിക്കണം. ഞങ്ങൾക്ക് അവളെ ദൃഷ്ടിക്ക് കണ്ടൂടാ. അങ്ങനെ നിനക്ക് കാണാൻ വയ്യെങ്കിലേ നിന്നെ കെട്ടിച്ചിട്ട് ഒരു വീടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും കൂടി താമസിക്കുന്ന ഒരു വീടും ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞൂടെ? എന്തിനാ ഇവിടെ വന്ന് കെട്ടിക്കയറി കിടക്കുന്നത്? അല്ലെങ്കിലും എനിക്ക് പോണമെന്നുണ്ട്. ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു പെങ്കൊച്ചുള്ള വീട്ടിലെ ആത്മാഭിമാനമുള്ള ഒരു പുരുഷന് എങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും? എന്നാ പോടാ, അന്തസ്സുള്ളവനാണ് ഇപ്പോ. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ പോകുന്നില്ല. അവളെ ഇവിടെ വാഴിച്ചിട്ട് ഞങ്ങളെ ഇവിടുന്ന് ആട്ടി പുറത്താക്കാന്ന് ഏട്ടൻ വിചാരിക്കണ്ട. നീ ഒന്നും പോവില്ല. കാരണം കയ്യിൽ നിന്ന് പൈസ ചിലവാകുന്ന ഒരു ഏർപ്പാടിനും നീ ഒന്നും നിൽക്കില്ല. ഞാനും പോണെന്നാണോ ഏട്ടൻ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ കെട്ടിച്ചു വിട്ടുള്ള ഭർത്താവിനൊപ്പം മാറി താമസിക്കാതെ സ്വന്തം വീട്ടിൽ വന്ന് ലഹളം ഉണ്ടാക്കുന്നതേ അത്ര നല്ല കാര്യമൊന്നുമല്ല. ഈ വീട്ടിലേക്ക് കയറി വരുന്ന മരുമക്കളെ കുറ്റപ്പെടുത്താൻ നീയൊക്കെ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തും. ദീപയ്ക്ക് പണ്ടൊരു ചതി ഉണ്ടായത് നീയൊക്കെ ഇപ്പൊ അറിഞ്ഞു. അതിനു മുമ്പ് എന്തായിരുന്നു സ്ഥിതി? കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ നിന്നെ ചായയായിട്ട് വന്ന് രാവിലെ വിളിച്ചുണർത്തിയെന്ന് പറഞ്ഞ് ദീപയെ പറയാമെന്നൊക്കെ പറഞ്ഞില്ലേ? നിന്റെ ഉറക്കം കളഞ്ഞെന്ന് പറഞ്ഞ് നീ അയാളെ മുഖത്ത് ആട്ടിയില്ലേ? ഇഷ്ടപ്പെടാത്ത കണ്ട അപ്പൊ ഉടനടി പ്രതികരിച്ചിരിക്കും. ആ രീതിയിലാ അമ്മ എന്നെ വളർത്തിയിരിക്കുന്നത്. അതിന്റെ കൂടെ ഇവൾ ഇങ്ങനെ ഒരു പെണ്ണാന്നു. അവിടെ വീട്ടിനകത്ത് വഴക്കുണ്ടാകാതിരിക്കാൻ എല്ലാം ഉള്ളിലൊതുക്കി നടക്കുകയാണെന്ന് ലാലേട്ടനും പറഞ്ഞു. ഇത്തരം ഒരു സാഹചര്യത്തില് ചേച്ചി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നതായിരിക്കും നല്ലത്. ജയലാലിന്റെ അമ്മ വരുന്നതിന് മുൻപ് എന്തായാലും ദീപി ജയലാലിൽ ഇങ്ങോട്ട് കൊണ്ടുവിടാതിരിക്കില്ല. ഇനിയുള്ള കാലം ചേച്ചി ഇവിടെ നിൽക്കട്ടെ. ഫൈനൽ ഇയർ പരീക്ഷ അടുക്കാൻ തുടങ്ങിയപ്പോഴാ ചേച്ചിയുടെ പഠിത്തം മുടങ്ങിയത്. അത് കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പൊ ചേച്ചിക്കും ലാലേട്ടനും തമ്മിൽ കാണാൻ ഇഷ്ടംപോലെ അവസരം ഉണ്ടാവുമല്ലോ. അതല്ല മോളെ എന്നെ അലട്ടുന്നത്. അവരുടെ ഒരു പ്രത്യേക സ്വഭാവം. ഇനി ജയലാലിനോട് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ എന്തെങ്കിലും ചെയ്യോ? ഏയ്, അങ്ങനെ പറയോ? ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ തന്നെ ലാലേട്ടൻ അങ്ങനെ ചെയ്യോ? ഒന്നും പറയാൻ പറ്റില്ല മോളെ. അവര് വാശി പിടിച്ചു കഴിഞ്ഞാ
അതിൽ നിന്നും അണുവിട മാറില്ല എന്നാ ജയലാല് പോലും പറയുന്നത്. സ്വന്തം വാശി ജയിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ വരെ തയ്യാറാവുന്ന സ്വഭാവം രാഗിണിയുടേത്. അതുകൊണ്ടാണല്ലോ ജയലാലിന്റെ അച്ഛൻ പോലും അടിമയെപ്പോലെ നിൽക്കുന്നത്. ലാലേട്ടനെ പോലെ നല്ലൊരാളെ ദീപേച്ചിക്ക് ഇനി സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇങ്ങനെയുള്ള അമ്മമാര് ജീവിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാ. എല്ലാ മക്കളും അങ്ങനെ കരുതൂ മോളെ. അമ്മമാരെ കൊന്നിട്ട് മനസ്സമാധാനായിട്ട് ജീവിക്കണമെന്ന് കരുതോ? എന്തായാലും ആ സ്ത്രീ ഇത്തിരി കടുപ്പം തന്നെ. എന്തായാലും ജയലാല് ദീപയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നില്ലെങ്കിൽ ജയലാലിന്റെ അമ്മ വരുന്നതിന് മുൻപ് നമുക്ക് അങ്ങനെ ഒരു ആവശ്യം അങ്ങോട്ട് പറയാം. വെറുതെ ഭാഗ്യപരീക്ഷണത്തിന് നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ സാവകാശം കൊടുത്താൽ പിന്നെ കേൾക്കുന്നത് ഗ്യാസ് പൊട്ടിത്തെറിച്ചോ അല്ലാതെയോ ഒരു മരണവാർത്തയായിരിക്കും. ഏതു നേരം ഇങ്ങനെ ചായയും ജ്യൂസും എടുക്കണ്ട. ഞാൻ ചോദിക്കുമ്പോ മാത്രം ഇതൊക്കെ കൊണ്ടുവന്നാ മതി. ലാലേട്ടന്റെ ഇഷ്ടങ്ങളൊക്കെ അച്ഛൻ തുടക്കത്തിലെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതനുസരിച്ചാ ഞാൻ ഇതൊക്കെ കൊണ്ടുവരുന്നത്. എന്റെ ഭാര്യയ്ക്കൊരു നല്ല വാർത്തയുണ്ട്. എന്റെ അളിയനെ കിട്ടേണ്ടത് കിട്ടി. എന്ത് പറ്റി? നമ്മുടെ ജഗനുണ്ടല്ലോ, അയാളെ എന്നെ ഇപ്പൊ വിളിച്ചത്. ശരിക്കും മേല് നോവിച്ചെന്നാ തോന്നുന്നേ. അയ്യോ, എന്തിനാ ഭയക്കുന്നേ? അവൻ ആളൊരു പേടിത്തൊണ്ടനാ. ബുള്ളറ്റ് ജഗൻ എന്നൊക്കെ പറഞ്ഞപ്പോ അവൻ ശരിക്ക് വരണ്ടു കാണും. പിന്നെ നമ്മുടെ കല്യാണത്തിന് ജഗനെ കണ്ടതുമാണല്ലോ. എന്റെ കാര്യങ്ങളൊക്കെ അയാളോട് ലാലേട്ടൻ പറഞ്ഞായിരുന്നോ? പറയാതെ പിന്നെ. ജഗൻ എന്റെ നല്ലൊരു സുഹൃത്താ. ഗുണ്ടയാണെങ്കിലും മനുഷ്യത്തുള്ള കൂട്ടത്തിലാ. അതുകൊണ്ട് എന്നെ കണ്ട് വിവരങ്ങളൊക്കെ തിരക്കിയിരുന്നു. ഞാനെല്ലാം വിശദമായിട്ട് പറയുകയും ചെയ്തു. അതിന്റെ റിസൾട്ടാ ഇപ്പൊ കണ്ടത്. തല്ലുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രേമേട്ടൻ വെറുതെ ഇരിക്കോ? വെറുതെ ഇരുന്നില്ലെങ്കിലേ ശരീരം കുറെ കൂടെ ചതയും. അയാളിപ്പോ ദിയെ വിളിക്കുന്നുമില്ല, കാണുന്നുമില്ല. അതിന്റെ പിന്നിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇപ്പോഴും നിങ്ങളോടൊക്കെയുള്ള ജഗന്റെ സ്നേഹത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടായാൽ അയാൾ ഇടപെടും. ചിലപ്പോ എന്നെ പോലും തല്ലിയെന്ന് വരും. അങ്ങനെയൊന്നും ചെയ്യില്ല. എന്തായാലും നമ്മളിങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോ അയാളെ പോലെ ഒരാളെ കൂട്ടുള്ളത് നല്ലതാ. ഏതായാലും ഒരുത്തിന്റെ ശല്യം ഒതുങ്ങി തന്നെ കരുതാം. നിനക്കെന്ത് പറ്റിയടാ? എടാ എന്ത് പറ്റിയെന്ന്? ഞാനേ കാറിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. ചവിട്ടിയത് വഴുക്കലുള്ള സ്ഥലത്തായി തന്നെ ഒരു വീഴ്ച. അയ്യോ, കൈ കുത്തിയാ വീണത്. കുഴ തെറ്റിപ്പോയി. അമ്മാവും പോയി കാർ എടുക്കണേ, വഴി കിടക്കുക. നിന്റെ തല തെറ്റിയപ്പോഴേ അറിയാമായിരുന്നടാ കുഴ തെറ്റുവന്ന്. എടാ പ്രാക്കടാ പ്രാക്ക്. ഒരു പാവപ്പെട്ട പെങ്കുച്ചിനെ നീ ഇവിടിട്ട് ഇല്ലാത്ത ദ്രോഹങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് കഥ മാറ്റി, പ്ലേറ്റ് മാറ്റി. അതിന് ദൈവം തന്ന ശിക്ഷയാടാ ഇത്. അതുകൊണ്ട് നിന്നോട് ഒരു സിമ്പതിയില്ല. മനസ്സിലായി അമ്മാവ, എനിക്ക് മനസ്സിലായി. എന്റെ കൊള്ളരുതായ്മയുടെ ഫലമാ എനിക്ക് കിട്ടിയെന്ന്. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ജീവിക്കും. അയ്യോ, ദീപയുമായിട്ട് ഒരു പ്രശ്നത്തിനും ഞാനില്ല. നിന്റെ വാക്ക് ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റില്ല. ഓന്തിന് കയ്യും കാലം വെച്ചവനാ നീ. അതുകൊണ്ട് നിറം മാറുന്നത് ഏത് സമയത്താന്ന് പറയാൻ പറ്റില്ല. അതെ, പിന്നെ ദീപമോളുടെ മേലുള്ള നോട്ടം അവസാനിപ്പിച്ചില്ലെങ്കിലേ നിന്റെ കൈയല്ല, നിന്റെ കഴുത്ത ഉളുക്കാൻ പോകുന്നത്. അമ്മയാണ് സത്യം. ഞാൻ ദീപയായിട്ട് വാക്ക് തർക്കത്തിന് പോലും നിൽക്കത്തില്ല. ഇനി അവളെ പരമാവധി ന്യായീകരിച്ചേ ഞാൻ സംസാരിക്കത്തുള്ളൂ. എടാ, അതിലും നല്ലതല്ലേടാ നീ നിന്റെ ഭാര്യയുമായി ഇവിടുന്ന് മാറി താമസിക്കുന്നത്. ചേച്ചിയാണല്ലോ. ഹലോ ചേച്ചി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് മോളെ. ഇനി അയാളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. ആരെ കൊണ്ട്? ആ പ്രേമേട്ടനെ കൊണ്ട്. എന്തു പറ്റി? ലാലേട്ടൻ വീണ്ടും അയാൾക്കിട്ട് 2 പൊട്ടിച്ചോ? ലാലേട്ടനല്ല, നിന്റെ ആളാ പൊട്ടിച്ചത്. എന്റെ ആളോ? അതെ, നിന്നെ ഇപ്പൊ വിളിക്കുന്നില്ല, കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുങ്ങി നടക്കുന്ന ഒരാളുണ്ടല്ലോ. രചന ഇനി നമ്മുടെ മുന്നിലേക്ക് വരില്ല എന്ന് ഉറപ്പ് തന്നിട്ട് ആ വാക്ക് പാലിക്കാൻ പറ്റാതെ പോയ ഒരാൾ. ജഗേട്ടനോ? അതെ മോളെ. കൈയൊടിഞ്ഞ അയാള് വീട്ടിലേക്ക് കയറി വന്നത്. എനിക്ക് തോന്നുന്നത് ജഗൻ തല്ലിയൊടിച്ച തന്നെയാണെന്നാ. ഏതായാലും എന്നെ കണ്ടപ്പോ നല്ല ബഹുമാനം ഉണ്ടായിരുന്നു. അപ്പോ നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് ജഗേട്ടൻ. പിന്നെ
ലാലേട്ടനെ ഇടയ്ക്ക് കാണുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാ അമ്മയും നീയും കൂടി വീട് മാറിയ കാര്യമൊക്കെ ബുള്ളറ്റ് അറിഞ്ഞത്. പിന്നെന്താ ചേച്ചി എന്റെ മുന്നിലേക്ക് ജഗേട്ടൻ വരാത്തത്? ഞാൻ വിളിച്ചാ എടുക്കുന്നതുമില്ല. അതിന്റെ കാരണം രചന തന്നെയാ. അവൾ എന്തോ ജഗനോട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പാ. ഏതായാലും ഇനി പ്രേമേട്ടന്റെ ശല്യം ഉണ്ടാവില്ലെന്ന് കരുതാം. അതൊരാശ്വാസം തന്നെയാ. ലാലേട്ടന്റെ അമ്മ ജയിലിൽ നിന്ന് തിരികെ വരുന്നത് വരെ. ജയിലിൽ നിന്ന് ലാലേട്ടന്റെ അമ്മ വന്നു കഴിഞ്ഞാ ബുള്ളറ്റ് ജഗനെന്നല്ല, ഈ ലോകത്ത് ആർക്കും അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല. ആ ദിവസം വരില്ലേന്ന് പ്രാർത്ഥിക്കാം ഞാനിപ്പോ. എങ്കിലും ലാലേട്ടന്റെ അമ്മയല്ലേ, വരണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരി മോളെ, ഞാൻ വിളിക്കാം. ശരി ചേച്ചി. അണ്ണാ ഞാൻ കണ്ടണ്ണാ ചേച്ചിയെ. എന്നിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല അണ്ണാ. എന്നോട് ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചു. ഞാനൊന്നും വിട്ടു പറഞ്ഞില്ല. വിട്ടു പറഞ്ഞില്ലെന്ന് പറഞ്ഞ നീ എന്തെങ്കിലും തുടക്കം കിട്ടോ? ഏയ്, ഞാൻ അണ്ണനോട് ചോദിക്കാതെ എന്തെങ്കിലും തുടക്കേടു അണ്ണാ. എങ്കിലും നിന്റെ സംസാരം കേട്ടിട്ട് എന്തോ പറഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. പറഞ്ഞു. അണ്ണൻ മനഃപൂർവ്വം മാറി നടക്കില്ലെന്ന് പറഞ്ഞു. ചേച്ചിയുടെ അമ്മ താക്കീത് ചെയ്ത പോലെ ഇങ്ങനെ മാറി നടക്കുന്നതിൽ ഒരു കാരണമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റില്ലല്ലോ. രജനെ പറ്റി നീ ഒന്നും ചോദിച്ചില്ലേ? ചോദിച്ചു. രജനെ കണ്ടതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് ചേച്ചിക്ക് അറിയാനുള്ള ആകാംക്ഷയുണ്ട്. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? ഇല്ലണ്ണ, അതൊക്കെ പറയാൻ പറ്റുമോ? നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട് കൈയൊക്കെ? കുഴപ്പമില്ല അളിയാ. കാല് വഴുതി തന്നെ വീണതാണോ അളിയാ? ആണെന്ന് തോന്നുന്നു. അപ്പൊ നിനക്കറിയില്ലേ എങ്ങനെയാ വീണതെന്ന്? അല്ല, വീഴ്ചകൾ പലതരത്തിലുണ്ടല്ലോ അളിയാ. എടാ, എല്ലാം എനിക്കറിയാം. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, ദീപയുടെ നാട്ടിലെന്നല്ല, ഈ കേരളം മുഴുവൻ പേരെടുത്തൊരു ഗുണ്ടയാണ് ബുള്ളറ്റ് ജഗൻ. അന്ന് കല്യാണം മുടക്കാൻ ശ്രമിച്ച കാർത്തി എന്ന് പറയുന്നവൻ ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയുടെ മോന. ഗുണ്ടായിസവും പോലീസും രാഷ്ട്രീയവും ഒക്കെ അയാളുടെ കയ്യിലാണ്. എന്നിട്ട് അയാളെ വീട്ടിനകത്ത് കയറി തല്ലിയ ആളാണ് ഈ ബുള്ളറ്റ് ജഗൻ. അതുപോലെ തന്നെ കാർത്തി എന്ന് കല്യാണത്തിന് കൊണ്ടുവന്നൊക്കെ നീ കണ്ടാണല്ലോ. ഞാൻ കണ്ടതാ അളിയാ. അതുകൊണ്ട് വെറുതെ അയാൾ നിന്നെ കാലെ പിടിച്ച് കീറാനുള്ള അവസരം നീ ആയിട്ടുണ്ടാക്കരുത്. ഇല്ലളിയാ, ദയവ് ചെയ്ത് എന്നെ പറ്റി നല്ലത് മാത്രം അയാളോട് പറയണം. ആ, ഇനി ആ നാട്ടിലോട്ടൊന്നും പോവായിരുന്നാ മതി. അളിയന്റെ ഷോറൂം അവിടെയല്ലേ, അപ്പോ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അവിടെ വരണ്ടല്ലേ? അല്ല, എന്തിനാ വരുന്നേ? കൈ നീട്ട കാശ് വാങ്ങാൻ. അത് ഇവിടെ ഇരുന്നാലും കിട്ടുമല്ലോ. ആ, അതൊക്കെ പോട്ടെ. നിനക്ക് രചന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അറിയാം അല്ലേ? അറിയാം. ഞങ്ങളുടെ അയലത്തായിരുന്നല്ലോ അവര് താമസിച്ചിരുന്നത്. അവൾക്ക് ദീപയും ദീപയുടെ കുടുംബത്തോടും തീർത്താ തീരാത്ത കലിയുണ്ട്. അതിന്റെ കാരണം നിനക്കറിയോ? അതൊന്നും എനിക്ക് അറിയില്ല അളിയാ. ദീപയുമായിട്ട് അവൾക്ക് അടുപ്പമുണ്ടെന്ന് മനസ്സിലാക്കുന്ന പോലും ഇപ്പോഴാ. അവളിൽ നിന്നും അവളുടെ മനസ്സിൽ ദീപയോടും ദീപയുടെ കുടുംബത്തോടും ഉള്ള പകയും വിദ്വേഷവും നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അവളൊരു ഒന്നൊന്നര എനവാ. പറയാൻ പാടില്ലാത്തതാണെങ്കിൽ അവൾ ഒരിക്കലും പറയത്തില്ല അളിയാ. എന്തായാലും ദീപയോടും ദീപയുടെ അമ്മയോടും അനിയത്തിയോടും ഒക്കെ തീർത്താ തീരാത്ത ദേഷ്യമായിട്ട് നടക്കുന്നവളാ. അതെനിക്ക് അവളോട് സംസാരിക്കുമ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.